എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ വാരാഹി അമ്മയുടെ ഒരു പുതിയ മന്ത്രമാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസിൽ നിങ്ങൾക്ക് ഓരോ വീഡിയോസും കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വാരാഹി അമ്മയുടെ മന്ത്രത്തെക്കുറിച്ചൊല്ലി ഞാൻ കഴിഞ്ഞ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നത് കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ എടുത്തു പറയുന്നത്. വാരാഹി അമ്മയുടെ മന്ത്രജപം ഏത് സമയത്ത് ജപിക്കണമെന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം, വാരാഹി അമ്മയുടെ മന്ത്രം ശരിക്കും ജപിക്കുന്ന ടൈം എന്ന് പറയുന്നത് അർദ്ധരാത്രിയാണ്. അർദ്ധരാത്രി എല്ലാവർക്കും അതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ളവർ നിങ്ങളുടെ തിരക്കുകളൊക്കെ മാറി നിങ്ങളൊരു 5 മിനിറ്റ് സമയം, ഏത് സമയമായാലും കുഴപ്പമില്ല, വളരെ ശുദ്ധിയോടെ ദേവിയുടെ വിഗ്രഹത്തിന് മുന്നിലോ അല്ലെങ്കിൽ വിളക്ക് തെളിയിച്ച ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇനി ഒരു പക്ഷേ എന്താ പറയുക, ഡെയിലി നമ്മൾ നാമം ജപിക്കുമല്ലോ അല്ലേ, സന്ധ്യാനേരത്ത് നാമം ജപിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കല്ലാതെ തന്നെ ഏതൊരു സമയവും നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ആ ഒരു ടൈം മനമുരുകി ദേവിയെ ആരാധിച്ചാൽ മതിയാകും. അത് ചെയ്യുന്നവരുമുണ്ട്. ഞാനടക്കം ചിലപ്പോൾ എനിക്ക് എല്ലാ സമയവും പറ്റിയെന്ന് വരില്ല, പക്ഷേ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം ചൂസ് ചെയ്തിട്ടാണ് ഞാൻ ആരാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊന്നും ദേവി കേൾക്കില്ല അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹം ലഭിക്കില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവിയോടുള്ള ഒരു വിശ്വാസം, അതുപോലെ തന്നെ എന്താ പറയുക, കൃത്യമായി നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങൾ വളരെ കറക്റ്റായിരിക്കണം ജപിക്കുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. വളരെ ശുദ്ധിയായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അമ്മയുടെ അനുഗ്രഹം ലഭിക്കുള്ളൂ അല്ലേ. അതുപോലെ തന്നെ നമുക്ക് കുറേ പേര് തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ കുറിച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യമാണ് ഇനി നടക്കാൻ ഉള്ളത് അല്ലെങ്കിൽ ഇനി നടക്കേണ്ടതായിട്ടുള്ളത്, അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് ഈ ഒരു മന്ത്രം, ഇതിനകത്ത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 21 തവണ ജപിച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യം സാധിച്ച് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടില്ല അല്ലെങ്കിൽ കുറച്ച് സമയമെടുക്കും എന്ന് പറയുന്നവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഏകദേശം 21 ദിവസമാവുമ്പോൾ അവർക്ക് ആ ഒരു ഫലം കണ്ടറിഞ്ഞവർ ഉണ്ട്, ഞാനടക്കം. അതുപോലെ ചിലർക്ക് കുറച്ച് ലേറ്റ് ആയാലും, അധികം ലേറ്റ് ആവില്ല എന്നാലും അവരുടെ ആ ഒരു കാര്യം സാധിച്ചു കിട്ടുന്നവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയിൽ യാതൊരു മുടക്കവും വരുത്തേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: സന്ധ്യാനേരത്ത് ദീപം തെളിയിക്കുമ്പോൾ വാരാഹിയമ്മയെ മനസ്സിൽ ധ്യാനിച്ച്, വാരാഹിയമ്മയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മളെ മനസ്സ് ആദ്യം ശുദ്ധി വരുത്തുക, എന്നിട്ട് മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ നശിച്ചു പോട്ടെ, അയാൾ നന്നാവട്ടെ, ഞാൻ നന്നായാൽ മതി, അങ്ങനെയൊന്നൊരു ചിന്താഗതി ഒരിക്കലും ആരുടെ മനസ്സിലുണ്ടാവരുത്. എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാലേ നമ്മുടെ കാര്യം നടക്കുള്ളൂ അല്ലേ. എല്ലാവരും നന്നായിരിക്കട്ടെ, മോശമായവർക്കുള്ള പണി എന്തായാലും ദൈവം കൊടുക്കും, അത് വേറെ കാര്യം. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഓക്കെ, അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ വാരാഹി അമ്മയെ വളരെ വിശ്വാസപൂർവ്വം നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ദേവി പ്രസാദിക്കുകയുള്ളൂ. അത് ഉറപ്പ് തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന ഏത് കാര്യവും സാധിച്ചു തരാൻ കഴിവുള്ള ഒരു ദേവിയാണ്. വളരെ ശക്തിയായ മന്ത്രമാണ് ഇന്ന് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസ് കാണുന്നവരോട് ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ട് കുറേ പേര് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ദയവായി സബ്സ്ക്രൈബ് എന്ന ബട്ടണിന് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നോൺ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് വാച്ച് ചെയ്യുന്നുണ്ട് വീഡിയോസ്. അവരോടും ഒരു റിക്വസ്റ്റ്: സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷനിൽ എൻ്റെ വീഡിയോസ് ആഡ് ആവുള്ളൂ, അത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെയ്യാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് വാരാഹി അമ്മയുടെ മന്ത്രശക്തി എത്രത്തോളം വലുതാണെന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളുടെ ലൈഫിൽ വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എന്നെ രക്ഷിച്ചത് എൻ്റെ ഒരു വിശ്വാസപ്രകാരം എന്നെ ദേവിയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അത്രയ്ക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അതേസമയം ഞാൻ ഒരുപാട്
ആ ഒരു കാര്യങ്ങളിൽ ഞാൻ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ ദേവിയോടുള്ള ആരാധന ഞാൻ അതിനൊരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയും എനിക്ക് പരിപൂർണ വിശ്വാസമായിരുന്നു ഇതിൽ നിന്നൊക്കെ ഞാൻ കടന്ന് എത്തുമെന്നുള്ളത്. അതിന് ഞാൻ ശരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങാനായിട്ടുള്ള ആ ഒരു തീരുമാനത്തിലെത്തിയതും. കുറേ ആളുകൾ വരാഹി ദേവിയുടെ കാര്യങ്ങൾ അറിയാത്തവരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർക്കൊക്കെ ഈ ഒരു ചാനലിൽ ഹെൽപ്പ് ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ കാര്യവും ദൈവം കേൾക്കും എന്നൊരു വിശ്വാസത്തിൻ്റെ മുന്നിലാണ് ഞാൻ എപ്പോഴും ഉള്ളത് കേട്ടോ. അപ്പോൾ അതെനിക്ക് എന്തോ ഒരു എന്താ പറയുക, എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലാണ് ശരിക്കും. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യവും നടക്കും എന്നുള്ളത്, അവരുടെ കാര്യവും നടക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, പേരും നാളും ആവശ്യം എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ റിപ്ലൈ വൈകുന്നുണ്ടാവും, പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പേരും ആവശ്യവും അതുപോലെ നക്ഷത്രവും മെൻഷൻ ചെയ്താൽ മതി. പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് എല്ലാവരെയും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ആവാതെ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലെ ഏത് മന്ത്രമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് അറിയാനാവുള്ളൂ. അപ്പോൾ ഈ മന്ത്രം ഒരു പ്രത്യേക ശക്തിയുള്ളൊരു മന്ത്രമാണ്. ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഏത് തന്നെ ആയാലും അത് വേഗം സാധിച്ചു കിട്ടും. അതിശക്തിയായ മന്ത്രമാണ്. അപ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കുമ്പോൾ 21 തവണ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്രേക്ക് വരാതെ ജപിക്കുക. അപ്പോൾ ഇത് ജപിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ശുദ്ധിയായിരിക്കണം, നല്ല മനസ്സായിരിക്കണം. അതായത് നമ്മളെ മനസ്സിൽ ദുശ്ചിന്തകളൊക്കെ ഒഴിവാക്കി അല്ലേ, ദൈവത്തിൻ്റെ സ്ഥാനം നമ്മളെ മനസ്സിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധിയായിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി അനുവദിക്കുക. അതെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ വരാഹി ദേവി ആരാധിക്കാവുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ ദേവി നമ്മുടെ മനസ്സിൽ കൂടിയിരിക്കുകയുള്ളൂ. നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടണമെങ്കിൽ എല്ലാവരും നല്ലതാവണമെന്ന് മാത്രമേ ആഗ്രഹിക്കാവൂ. ഇതൊക്കെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ദേവിയോടുള്ള ആരാധന മുടക്കാതെ പറയുന്ന ആ ഒരു കാര്യങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്താൽ മാത്രമേ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഏതാണ് മന്ത്രജപം എന്നുള്ളത് ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, കൂടെ ജപിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മന്ത്രം ഏതാണെന്ന് പറഞ്ഞു തരാം. സമയേശ്വരി നമഃ. ഓം സമയേശ്വരി നമഃ. ഓം സമയേശ്വരി നമഃ. സമയേശ്വരി നമഃ. ഓം 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 സമയേശ്വരി നമഃ. ഓം
नमः। ॐ समेश्वरी 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 नमः।
नमः। ॐ समेश्वरी 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 नमः।
ഓം സമേശ്വരി നമഃ. ഓം സമേശ്വരി